പൗരത്വ നിയമത്തിൽ വിമർശനം കടുപ്പിച്ച് പ്രതിപക്ഷം. രാജ്യത്തുള്ളവരെ സംരക്ഷിക്കാൻ കഴിയാത്ത സർക്കാരാണ് വരുന്നവരെ പുനരധിവസിപ്പിക്കും എന്ന് പറയുന്നതെന്നായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ വിമർശനം. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ സർവകലാശാലകളിൽ ഇന്നും പ്രതിഷേധ പരിപാടികൾ നടക്കും. സിഎഎ നടപ്പാക്കുന്നതിൽ ആശങ്ക ഉയർത്തി അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും രംഗത്തെത്തി. മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്നതിൽ കേന്ദ്ര സർക്കാരിന് എതിരെ വിമർശനവും പ്രതിഷേധവും തുടരുകയാണ് പ്രതിപക്ഷം. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അഭയാർത്ഥികൾക്ക് ആര് ജോലിയും വീടും നൽകുമെന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ചോദിച്ചു. इन 3 देशों से भारी भीड़ हमारे भारत में आ जाएगी. अगर इन 2.5-3 करोड़ में से 1.5 करोड़ लोग भी भारत आ गए तो कौन देगा इनको रोजगार? बीजेपी वाले अपने घर में बसाएंगे क्या इनको? इनके अपने घर में रखेंगे क्या इनको? വർഗീയത പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവർ സിഎയുടെ പേരിൽ കള്ളം പറയുന്നത് അവസാനിപ്പിക്കണമെന്ന് ബിജെപി നേതാവ് രവിശങ്കർ പ്രസാദ് പറഞ്ഞു. सीएए के नाम पर सांप्रदायिक उन्माद फैलाने वालों से मैं एक ही बात कहना चाहूंगा, कृपया करके झूठ का व्यापार करना बंद करें. ദില്ലി സർവകലാശാല, ജാമിയ മിലിയ എന്നിവിടങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകൾ വൈകിട്ട് പ്രതിഷേധിക്കും. അസമിലാണ് ശക്തമായ പ്രതിഷേധം നടക്കുന്നത്. ഓൾ അസം വിദ്യാർത്ഥി യൂണിയൻ ഇന്നും പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തു. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷ ശക്തമാക്കി. സിഎഎക്ക് എതിരെ പശ്ചിമബംഗാളിലെ സിലിഗുരിയിൽ മമതാ ബാനർജി നിശ്ചയിച്ച റാലി റദ്ദാക്കി. ഔദ്യോഗിക മീറ്റിംഗുകൾക്കായി മമത കൊൽക്കത്തയിലാണ് ഉള്ളത്. നിയമത്തിൽ ആശങ്ക അറിയിച്ച് അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും രംഗത്ത് വന്നു. മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചുകൊണ്ടുള്ള നിയമം അന്താരാഷ്ട്ര മനുഷ്യാവകാശങ്ങളുടെ ലംഘനമെന്ന് UN പറഞ്ഞു. നിയമം നടപ്പിലാക്കാൻ പോകുന്നത് എങ്ങനെയെന്ന് നിരീക്ഷിക്കുന്നുണ്ടെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് വ്യക്തമാക്കി. റിപ്പോർട്ടർ, ദില്ലി.